ഷാജിയെ കാണാൻ ഒരാൾ പള്ളുരുത്തിൽ നിന്നും വരികയാണ്. അയാൾക്ക് ഫോൺ വഴി പറയാൻ പറ്റാത്ത ഒരു കാര്യം നേരിട്ട് അറിയിക്കണം. അയാൾ നേരെ വന്ന് ഷാജിയോട് ആ കാര്യം പറഞ്ഞു. നിങ്ങൾ വിചാരിക്കും പോലെയല്ല ആ ഡ്രൈവർ, ഇപ്പോഴും നിങ്ങളുടെ ഭാര്യയുമായിട്ട് ബന്ധത്തിലാണ്. ഇത് കേട്ടതും ഷാജി സ്തംഭിച്ചു പോയി. ഭാര്യ കൈവിട്ടു പോകുന്നതിനേക്കാളും കുടുംബം തകരുന്നതിനേക്കാളും അയാൾ അലട്ടിയത് മറ്റൊരു കാര്യമായിരുന്നു. എന്താണ് ഷാജിയെ കുടുംബവും ഭാര്യയും കൈവിട്ടു പോകുന്നതിനേക്കാളും അലട്ടിയ ആ ഒരു പേടി? ഇതിൽ സംഭവിച്ചതെന്ത്? നമുക്ക് നോക്കാം. എൻ്റെ പേര് ഷീജ. ക്രൈം ത്രില്ലർ സ്റ്റോറീസ് കേൾക്കാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ എൻ്റെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ വീഡിയോയ്ക്ക് ഒരു ലൈക്കും തരൂ. വെൽക്കം ബാക്ക് ടു ഷീജാസ് ക്രിയേഷൻസ്. 2005 ഫെബ്രുവരി 16 തിരുവനന്തപുരത്ത് തൻ്റെ ജോലി സ്ഥലത്ത് നിന്നും താമസ സ്ഥലത്തേക്ക് എത്തിയതേ ഉള്ളൂ മേവക്കാട് പവിത്രൻ. കോട്ടയം ഏറ്റുമാനൂർ സ്വദേശിയാണ് അയാൾ. വല്ലപ്പോഴുമാണ് അയാൾ സ്വന്തം വീട്ടിലോട്ട് പോകുന്നത്. മധ്യവയസ്കനായ അയാൾക്ക് 2 ആൺമക്കളാണ്. മൂത്ത മകനായ പ്രവീൺ കോട്ടയത്തെ ഒരു കടയിലെ ഡ്രൈവറാണ്, വണ്ടിയുടെ ഡ്രൈവറാണ്. രണ്ടാമത്തവൻ ജോലിയൊന്നും ആയിട്ടില്ല, വെറുതെ വീട്ടിൽ നിൽക്കുകയാണ്. സാമ്പത്തിക ശേഷി വളരെ കുറവായതുകൊണ്ട് തന്നെ പവിത്രൻ ഇപ്പോഴും ജോലിക്ക് പോവുകയാണ്. പതിവ് പോലെ ജോലി കഴിഞ്ഞ് താമസ സ്ഥലത്തെത്തി കുളിക്കാൻ തുടങ്ങുമ്പോഴാണ് അയൽപക്കത്തെ വീട്ടിൽ നിന്നും ഒരു കുട്ടി വന്ന് പറയുന്നത് ഒരു ഫോൺ ഉണ്ടെന്ന്. സ്വന്തമായിട്ട് ഫോൺ ഇല്ലാത്തത് കൊണ്ട് അയൽപക്കത്തെ വീട്ടിലാണ് പവിത്രൻ്റെ ഭാര്യയും മക്കളുമൊക്കെ വിളിക്കുന്നത്. അയാൾ അങ്ങോട്ടേക്ക് ചെന്നു. ഫോൺ എടുത്തതും ഭാര്യ വിജയമ്മ വെപ്രാളത്തിൽ പറയുകയാണ്, ഇന്നലെ ജോലിക്ക് പോയ പ്രവീൺ ഇതുവരെ വന്നിട്ടില്ല. ഏറ്റുമാനൂർ അമ്പലത്തിൽ ഇവിടെ ഉത്സവം നടക്കുന്നത് കൊണ്ട് അവൻ അവിടെ ആയിരിക്കുമെന്ന് കരുതിയാണ് ഞാൻ ഇന്നലെ അന്വേഷിക്കാതിരുന്നത്. ഇന്ന് സന്ധ്യയായിട്ടും അവനെ കണ്ടില്ല. അതുകൊണ്ട് അവൻ്റെ ജോലി സ്ഥലത്ത് വിളിച്ചപ്പോൾ അവർ പറയുന്നു ഇന്നവ അവിടെ ജോലിക്കും ചെന്നിട്ടില്ല എന്ന്. എന്തായാലും എനിക്ക് പേടി തോന്നുകയാണ്. നിങ്ങൾ എത്രയും പെട്ടെന്ന് ഇവിടം വരെ ഒന്ന് വരണം എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അവർ ആ ഫോൺ അങ്ങ് കട്ട് ചെയ്യുകയാണ്. പവിത്രൻ ആകെ വിഷമം തോന്നുകയാണ്. കാരണം എന്തുണ്ടെങ്കിലും പ്രവീൺ അമ്മയെ വിളിച്ച് പറയാതിരിക്കില്ല. നേരത്തെ ഉണ്ടായിരുന്ന ജോലി സ്ഥലത്ത് പ്രവീൺ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കിയതിൻ്റെ പേരിൽ ആ ജോലി നഷ്ടപ്പെട്ടതാണ്. പിന്നീടാണ് കുറച്ച് മാസങ്ങൾക്ക് ശേഷം ഈ ഒരു ജോലി കിട്ടുന്നത്. പിറ്റേന്ന് വൈകിട്ടോടെ പവിത്രൻ ഏറ്റുമാനിലെ പുന്നത്രയിലെ വീട്ടിലെത്തി. വീട്ടിൽ ഭാര്യയും ഇളയ മകനും വിഷമിച്ചിരിക്കുകയാണ്. അമ്പലത്തിലെ ഉത്സവം അപ്പോഴും തീർന്നിട്ടില്ല. ഇനി അമ്പലക്കാഴ്ചകളിൽ മുഴുകി നടക്കുകയാണോ? എന്നാലും വീട്ടിൽ വരാനുള്ള സമയം കഴിഞ്ഞില്ലേ? എന്തു പറ്റി ഇവന്? പവിത്രൻ ഒരു പിടിയും കിട്ടുന്നില്ല. എല്ലാ ബന്ധുവീടുകളിലും തിരക്കി, ഒരിടത്തും പ്രവീൺ ചെന്നിട്ടില്ല. 18-ാം തീയതി രാവിലെ പുന്നത്ര ജംഗ്ഷനിലെത്തിയ പവിത്രനെ അവിടുത്തെ പോസ്റ്റ് മാസ്റ്റർ കാണുകയാണ്. അയാൾ പറഞ്ഞു, പവിത്രനൊരു കത്തുണ്ട്. 18-ാം തീയതി രാവിലെ പുന്നത്ര ജംഗ്ഷനിലെത്തിയ പവിത്രനെ അവിടുത്തെ പോസ്റ്റ്മാൻ കാണുകയാണ്. അയാൾ പറഞ്ഞു, പവിത്രന് ഒരു കത്തുണ്ട്, അത് ഇന്നലെ വന്നതാണ്, അയച്ചത് പ്രവീണാണ്. പോസ്റ്റ് ഓഫീസ് തുറന്ന ശേഷം കത്ത് ഞാൻ തരാം, മാറ്റിവെച്ചിട്ടുണ്ട്. പവിത്രൻ വീണ്ടും കൺഫ്യൂഷൻ ആവുകയാണ്. ഇവൻ എന്തിന് കത്തെഴുതണം? ഇവനപ്പോൾ എവിടെ പോയി? പോസ്റ്റ് ഓഫീസാണെങ്കിൽ തുറക്കാൻ ഇനിയും സമയമുണ്ട്. അയാൾ നേരെ വീട്ടിൽ പോയി ഭാര്യയോട് കാര്യങ്ങൾ പറഞ്ഞു. മകനെ കാണാതെ വിഷമിച്ചിരുന്ന മകൻ അച്ഛന് കത്ത് അയച്ചിരിക്കുന്നു എന്ന് കേട്ട് ഞെട്ടി. എന്തിന് കത്തും എഴുതി വെച്ച് ഇവ ഇങ്ങനെ മാറി നിൽക്കണം? എന്തോ ഒരു കുഴപ്പമുണ്ടെന്ന് ആ അച്ഛനമ്മമാർക്ക് ഇതിനകം ഉറപ്പായി. പോസ്റ്റ് ഓഫീസ് തുറന്നതും പവിത്രൻ അതിനകത്ത് കയറി മകൻ്റെ കത്ത് വാങ്ങി. കവറിൻ്റെ പുറത്ത് ഇംഗ്ലീഷിലാണ് അഡ്രസ്സ് എഴുതിയിരിക്കുന്നത്. അത് കണ്ടപ്പോഴേ ഇത് പ്രവീണിൻ്റെ കൈയക്ഷരമല്ല എന്ന് ആ അച്ഛന് ഒറ്റ നോട്ടത്തിൽ മനസ്സിലായി. അയാൾ അവിടെ നിന്ന് തന്നെ കത്ത് പൊട്ടിച്ചു. അതിനകത്ത് കുറച്ച് വാക്കുകൾ മാത്രമേ എഴുതിയിട്ടുള്ളൂ. അത് ഇതാണ്: പ്രിയപ്പെട്ട അച്ഛന്, ഞാൻ ഇവിടെ നിന്നും പോവുകയാണ്. എനിക്ക് ബോംബെയിൽ ഒരു ജോലി തരപ്പെട്ടിട്ടുണ്ട്. കുറച്ച് നാൾ കഴിഞ്ഞേ നാട്ടിലോട്ടുള്ളൂ. അച്ഛൻ എന്നെ അന്വേഷിച്ച് ബുദ്ധിമുട്ടണ്ട എന്ന് പ്രവീൺ. പവിത്രനാകെ ടെൻഷൻ കൂടുകയാണ്. കാരണം കത്തിനകത്തെ കൈയക്ഷരം മകൻ്റെയാണ്. പക്ഷേ കത്തിന് പുറത്ത് എഴുതിയിരിക്കുന്ന ഇംഗ്ലീഷ് അഡ്രസ്സ് മകൻ്റെ കൈയക്ഷരമല്ല. പിന്നെ ഈ ഒരു അക്ഷരം ആകെ അലങ്കോലമായിട്ടാണ് എഴുതിയിരിക്കുന്നത്. ബോംബെയിൽ ജോലി തരപ്പെട്ടു എന്ന് പറയുന്നത് ഒരു സാധ്യതയില്ലാത്ത കാര്യമാണ്. ഇനി അഥവാ അങ്ങനെ ശരിയായാലും അവൻ അമ്മയെങ്കിലും അറിയിക്കാതെ കത്ത് എഴുതി പോവില്ല. അയാൾ നേരെ വീട്ടിലേക്ക് ചെന്നു. കത്തിൻ്റെ വിവരം അറിയാൻ കാത്തിരിക്കുന്ന ഭാര്യയും ഇളയ മകനെയും കണ്ട് പവിത്രൻ ആ കത്ത് ഒന്നും മിണ്ടാതെ അവരെ അങ്ങ് ഏൽപ്പിച്ചു. അത് വായിച്ചതും ഭാര്യ പറഞ്ഞു, എന്തോ എൻ്റെ മോന് സംഭവിച്ചിട്ടുണ്ട് തീർച്ച. പവിത്രൻ നേരെ ഈ കത്തും കൊണ്ട് ഏറ്റുമാനൂർ പോലീസ് സ്റ്റേഷനിലേക്ക് പോയി. അവിടെ ചെന്ന് SIക്ക് പ്രവീണിനെ കാണാനില്ല എന്ന പരാതി നൽകി. ഒപ്പം ഈ കത്തും ഏൽപ്പിച്ചു. കത്ത് വായിച്ച SI ചോദിച്ചു, നിങ്ങൾക്ക് ആരെങ്കിലും സംശയമുണ്ടോ? പവിത്രൻ പറഞ്ഞു, ഉണ്ട് സാർ,
എനിക്ക് ഒരാളെ മാത്രമേ സംശയമുള്ളൂ. അത് DYSP ഷാജിയാണ്. SI ഒന്ന് ഷോക്കായി. എന്ത്, ഷാജി സാറോ? നിങ്ങൾക്ക് ആള് മാറിയതാണോ? പവിത്രം പറഞ്ഞു, ഇല്ല സാർ, എനിക്ക് ആള് മാറിയിട്ടില്ല. ഷാജി തന്നെയാണ് എൻ്റെ മകൻ്റെ മിസ്സിങ്ങിന് പിറകിൽ. അയാൾ ഇപ്പോൾ മലപ്പുറത്ത് ജോലി ചെയ്യുകയാണ്. ഷാജി എൻ്റെ ബന്ധുവും കൂടെയാണ്. ഇതും കൂടി കേട്ടപ്പോൾ SIക്ക് ഒരു അമ്പരപ്പാണ് തോന്നിയത്. SI ചോദിച്ചു, ഷാജി സാറിനെ സംശയിക്കാൻ എന്താണ് കാരണം? അതിന് പവിത്രം പറഞ്ഞ മറുപടി കേട്ട് ഏറ്റുമാനൂർ SI ശരിക്കും ഒന്ന് ഇരുന്നു പോയി. ഇനി നമുക്ക് പവിത്രം പറഞ്ഞ ആ കാര്യങ്ങളിലേക്ക് കടക്കാം. കേരള പോലീസിലെ വിദഗ്ധനായ ഒരു പോലീസ് ഓഫീസറാണ് ഷാജി. സബ് ഇൻസ്പെക്ടറായിട്ട് കരിയർ തുടങ്ങിയ ഷാജിയുടെ വളർച്ച പിന്നീട് പടിപ്പടിയായിട്ട് ഉയരങ്ങളിലേക്കായി. ഇപ്പോൾ അയാൾ DYSP ആണ്. മലപ്പുറം ജില്ലാ പോലീസ് ആസ്ഥാനത്ത് അഡ്മിനിസ്ട്രേഷനിലാണ് ഇയാളിപ്പോൾ ജോലി ചെയ്യുന്നത്. ഷാജി കോട്ടയം സ്വദേശിയാണ്. എന്നാൽ ഇപ്പോൾ എറണാകുളം പള്ളുരുത്തിയിലാണ് താമസം. ഭാര്യയുടെ പേരിൽ അവിടെ സ്വകാര്യ ബസ് സർവീസും ലോഡ്ജും ഒക്കെയുണ്ട്. അവിടെ കുറച്ച് ജോലിക്കാരും ഉണ്ട്. ഈ മേവക്കാട് പവിത്രൻ ഷാജിയുടെ ഒരു ബന്ധുവാണ്. അതുകൊണ്ട് തന്നെ പവിത്രൻ്റെ മകനായ പ്രവീണിന് ഷാജി അയാളുടെ ബസ്സിൽ കണ്ടക്ടർ ജോലി കൊടുത്തു. കൂടാതെ സ്വന്തം കാറിൻ്റെ ഡ്രൈവറായിട്ടും പ്രവീണിനെ നിയമിച്ചു. ബന്ധുവും കൂടി ആയതുകൊണ്ട് തന്നെ ഷാജിയുടെ വലം കൈയായിരുന്നു പ്രവീൺ. പള്ളുരുത്തിയിലെ വീട്ടിലെ എല്ലാ സ്വാതന്ത്ര്യവും പ്രവീണിനുണ്ടായിരുന്നു. ദിവസം പ്രവീണിൻ്റെ അമ്മ വിക്ക് ഒരു ഫോൺ കോൾ വരികയാണ്. മറ്റൊരു ബന്ധുവാണ് വിളിച്ചത്. വിളിച്ചയാൾ പറഞ്ഞു, എത്രയും പെട്ടെന്ന് പ്രവീണിനെ പള്ളുരുത്തിയിൽ നിന്നും മാറ്റിക്കോ. ഷാജി അവനെ കാണാൻ മലപ്പുറത്ത് നിന്നും പുറപ്പെട്ടിട്ടുണ്ട്. വിജയമ്മ ചോദിച്ചു, കാര്യം എന്താണ്? അയാൾ പറഞ്ഞു, ഷാജിയുമായിട്ട് പ്രവീൺ ഒന്ന് തെറ്റിയിരിക്കുകയാണ്. കലിപൂണ്ട് ഷാജി അവിടെ എത്തും മുമ്പ് പ്രവീണിനെ അവിടെ നിന്ന് മാറ്റണം. ഇല്ലെങ്കിൽ അവൻ്റെ ജീവന് തന്നെ അത് ആപത്താണ്. ഇത്രയും പറഞ്ഞ് അയാൾ ഫോൺ വച്ചു. വിജയമ്മ ആകെ പേടിച്ച് തിരുവനന്തപുരത്തുള്ള പവിത്രനെ വിളിച്ച് കാര്യം പറഞ്ഞു. അയാൾ അപ്പോൾ തന്നെ തൻ്റെ അനിയനെ വിളിച്ച് തൻ്റെ ഇളയ മകനെയും കൂട്ടി പ്രവീണിനെ അവിടെ നിന്നും വിളിച്ചു കൊണ്ട് പോകാൻ പറഞ്ഞു. അതുപ്രകാരം പവിത്രൻ്റെ അനിയനും മകനും കൂടി എറണാകുളത്ത് ചെന്ന് പ്രവീണിനോട് നീ ഇപ്പോൾ തന്നെ ഞങ്ങളുടെ കൂടെ വരണം എന്ന് പറയുകയും പ്രവീൺ അവരുടെ കൂടെ അവിടെ നിന്നും പോവുകയും ചെയ്യുന്നു. അങ്ങനെ പ്രവീൺ ചെറിയച്ഛൻ്റെ വീട്ടിലാണ് അന്ന് താമസിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ ഷാജി പള്ളുരുത്തിയിലെ വീട്ടിലെത്തി. എത്തിയ പാടെ പ്രവീണിനെ അന്വേഷിച്ചു. പ്രവീണിനെ ബന്ധുക്കൾ കൂട്ടിക്കൊണ്ടുപോയ വിവരം ഭാര്യ അറിയിക്കുകയാണ്. ഷാജിക്ക് കൂട്ടിക്കൊണ്ടുപോയ ബന്ധുവിനെ നന്നായിട്ട് അറിയാം. അയാൾ ആ വീട്ടിലേക്ക് ഫോൺ വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, എത്രയും പെട്ടെന്ന് പ്രവീണിനെ എന്നെ ഏൽപ്പിച്ചോണം. ഞാൻ അവിടെ വന്ന് അവനെ പിടിക്കുകയാണെങ്കിൽ ചിലപ്പോൾ നിങ്ങളും കുടുങ്ങും. ഞാൻ ആരെയും വെറുതെ വിടില്ല. അയാൾ ഇത്രയും പറഞ്ഞ് ഫോണങ്ങ് കട്ട് ചെയ്തു. പ്രവീണിൻ്റെ ചെറിയച്ഛന് ഷാജിയെ നന്നായിട്ട് അറിയാം. അയാൾ പറഞ്ഞതുപോലെ ചെയ്യുന്നവനാണ്. സ്നേഹിച്ചാൽ അയാൾ അങ്ങ് അറ്റം സ്നേഹിക്കും. വെറുത്താൽ കടുത്ത പകയോടെ തന്നെ പെരുമാറും. അതാണ് ഷാജിയുടെ ക്യാരക്ടർ. പ്രവീണിനെ ഇവിടെ നിർത്തിയാൽ പ്രശ്നം വഷളാകും എന്ന് അറിയാവുന്ന ബന്ധുക്കൾ എറണാകുളത്തെ പള്ളുരുത്തിയിലെ ഷാജിയുടെ വീട്ടിലേക്ക് തന്നെ പ്രവീണിനെയും കൊണ്ട് പോവുകയാണ്. അവിടെ ചെന്നപ്പോൾ കലി കയറി നിൽക്കുന്ന ഷാജിയാണ് കാണുന്നത്. കൂടാതെ അയാളുടെ അനിയും വിനുവും കുറച്ച് ഗുണ്ടകളും അവിടെ ഉണ്ട്. കയ്യിൽ കിട്ടിയ പ്രവീണിനെ ബന്ധുക്കളുടെ മുന്നിലിട്ട് കണക്കിന് ഷാജി മർദ്ദിച്ചു. കയ്യും കാലും തല്ലി ഓടിച്ചു. ദേഷ്യം ഒന്ന് തണുത്ത ശേഷം പ്രവീണിനെ ബന്ധുക്കൾക്ക് വിട്ടു നൽകി. എന്നിട്ട് അയാൾ പറഞ്ഞു, മേലാൽ ഇവനെ എറണാകുളത്ത് കണ്ടുപോകരുത്. ഇതൊക്കെ അറിഞ്ഞ് പവിത്രൻ നാട്ടിലെത്തി. നീണ്ട ആയുർവേദ ചികിത്സയൊക്കെ തിരുവനന്തപുരത്ത് കൊണ്ടുവന്ന് മകന് നൽകി. ഇതിനിടയിൽ എന്താണ് പ്രശ്നത്തിന് കാരണമെന്ന് ചോദിച്ചപ്പോൾ പ്രവീണ് പറഞ്ഞത് കണക്കിൽ ചെറിയ തെറ്റിദ്ധാരണകൾ വന്നതാണ് എന്നാണ്. ഇതിനുശേഷം ആരോഗ്യമൊക്കെ ശരിയായിട്ട് പ്രവീൺ കോട്ടയത്ത് ഒരു വ്യാപാരിയുടെ വണ്ടിയിൽ ഡ്രൈവറായിട്ട് ജോലിക്ക് കയറി. ഇപ്പോൾ ദാ അവനെ കാണാനുമില്ല. ഇത്രയും കാര്യങ്ങൾ പവിത്രൻ SIയോട് പറഞ്ഞു നിർത്തി. SI ചോദിച്ചു, ഇതൊക്കെ നടന്നിട്ട് ഇപ്പോൾ എത്ര മാസമാകും? പവിത്രൻ പറഞ്ഞു, കഴിഞ്ഞ നവംബറിലാണ് ഈ സംഭവങ്ങളൊക്കെ നടന്നത്. ഇപ്പോൾ ഒരു 3 മാസമൊക്കെ ആവും. ഇങ്ങനെ നിൽക്കുമ്പോഴാണ് SIക്കൊരു ഫോൺ വരുന്നത്. കോട്ടയം ജില്ലയിലെ മീനച്ചലാറും വേമ്പനാട്ട് കായലും ഒന്നിക്കുന്ന കുമരകത്തെ ചീപ്പുങ്കൽ എന്ന സ്ഥലത്ത് 2 കാലുകൾ വെള്ളത്തിൽ നിന്നും കിട്ടിയിരിക്കുന്നു. അതിപ്പോൾ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ സൂക്ഷിച്ചിട്ടുണ്ട്. ആളെ തിരിച്ചറിഞ്ഞിട്ടില്ല. SI ചാടി എഴുന്നേറ്റു. പവിത്രനെയും കൂട്ടി ആശുപത്രിയിലേക്ക് പുറപ്പെട്ടു. പവിത്രനോട് ഒന്നും പറയുന്നില്ല. കോട്ടയം മെഡിക്കൽ കോളേജ് ദൂരെ വണ്ടിയിലിരുന്ന് കണ്ടപ്പോഴേ പവിത്രൻ്റെ 2 കണ്ണും നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അയാൾക്ക് എന്തൊക്കെയോ മനസ്സിലായി.
മോർച്ചറിയിൽ സൂക്ഷിച്ചിരുന്ന ആ 2 കാലുകൾ പവിത്രനെ കാണിച്ചതും അയാളൊന്ന് പിറകോട്ടും വീഴാൻ പോയി. എസ് അയാളെ താങ്ങി പിടിച്ചു. പവിത്രൻ കരഞ്ഞുകൊണ്ട് പറഞ്ഞു, സാർ, ഇതെൻ്റെ മകൻ്റേതാണ്. പ്രവീണിൻ്റെ വലതു മുട്ടിൻ്റെ താഴെ വലിയ ഒരു മുറിവ് കരിഞ്ഞ പാടുണ്ടായിരുന്നു. അത് കണ്ടാണ് പവിത്രൻ അത് തിരിച്ചറിഞ്ഞത്. ഒരു മാൻ മിസ്സിംഗ് കേസാണ് ഇപ്പോൾ കൊലക്കേസായി മാറിയിരിക്കുന്നത്. സംശയിക്കുന്ന ആളാണെങ്കിൽ ഒരു ഡിവൈഎസ്പിയും. ഏറ്റുമാനൂർ SI കോട്ടയം ജില്ലാ പോലീസ് സൂപ്രണ്ടിനെ കാരണങ്ങൾ അറിയിച്ചു. വഹാബ് എന്ന SP-ക്കായിരുന്നു ഈ കേസിന്റെ അന്വേഷണ ചുമതല. അദ്ദേഹം ഉടനെ തന്നെ ഷാജിയോട് തന്റെ മുന്നിൽ ഹാജരാകാൻ അറിയിച്ചു. പിറ്റേന്ന് SP-യുടെ മുന്നിൽ ഹാജരായ ഷാജിയോട് പവിത്രൻ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി ചോദിച്ചു. അതിന് ഷാജി പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: സാർ, എൻ്റെ ബന്ധുവാണ് പ്രവീൺ. ജോലിയിൽ കള്ളത്തനവും വിശ്വാസവഞ്ചനയും കാണിച്ചപ്പോൾ അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ അവനെ തല്ലി. ഭാവി കളയണ്ട എന്ന് വച്ചാണ് ഞാൻ അത് കേസാക്കാതെ വിട്ടത്. അതിനുശേഷം ഞാൻ അവനെ കണ്ടിട്ടേയില്ല. പക്ഷേ കാലുകളുടെ ഫോറൻസിക് റിപ്പോർട്ട് വന്നപ്പോൾ 2 ദിവസം അത് വെള്ളത്തിൽ കിടന്നിരുന്നു എന്നാണ് പറയുന്നത്. SP പ്രവീണിനെ കാണാതായ ദിവസം മുതൽ കൊല്ലപ്പെടുന്നത് വരെ ഷാജി മലപ്പുറത്ത് ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്നുവോ എന്ന് ആദ്യം അന്വേഷിച്ചു. അപ്പോൾ ഹാജരിൽ ഷാജി എല്ലാ ദിവസവും ഡ്യൂട്ടിക്ക് മലപ്പുറത്ത് തന്നെ ഉണ്ടായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇതിനിടയ്ക്ക് മീനച്ചലാറ്റിൽ നിന്നും 2 കൈകളും കിട്ടി. ഇടത് കൈ വാച്ച് കെട്ടിയ നിലയിലായിരുന്നു. ഇതും പവിത്രന്റെ മകന്റെ ആണെന്ന് തിരിച്ചറിഞ്ഞു. 2-ാം ദിവസവും ഷാജിയെ ചോദ്യം ചെയ്തു. ഒരു തുമ്പും ഷാജിയിൽ നിന്നും കിട്ടിയില്ല. അന്വേഷണ സംഘത്തിന് ഒരു കാര്യം മനസ്സിലായിരുന്നു: ഷാജിയുടെ വായിൽ നിന്നും എന്തെങ്കിലും എടുക്കുക എന്നുള്ളത് കഠിനമാണ്. കാരണം ഒരു മിടുക്കനായ അന്വേഷണ വിദഗ്ധനാണ് ഷാജി. അയാൾക്ക് അറിയാം എങ്ങനെ ചോദ്യങ്ങളൊക്കെ വരുമെന്നും എങ്ങനെ ഇതൊക്കെ പ്രതിരോധിക്കണമെന്നും ഒക്കെ അറിയാം. അതുകൊണ്ട് തന്നെ കാര്യങ്ങൾ അത്ര എളുപ്പവുമല്ല. ഷാജിയോട് ചോദിച്ച ചോദ്യങ്ങളും ഷാജി പറഞ്ഞ ഉത്തരങ്ങളും നോട്ട് ചെയ്തു വെച്ചു. അത് തന്നെ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരുന്നു. ഷാജി പറഞ്ഞതെല്ലാം എത്ര ചോദിച്ചിട്ടും പക്കയായിട്ട് അങ്ങനെ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നു. അതിലും ഷാജിയെ പൂട്ടാൻ പോലീസിന് ഒന്നും കിട്ടിയില്ല. ഒടുവിൽ പോലീസ് ഷാജി പറയാതെ വിട്ട ചില ചോദ്യങ്ങൾ മാത്രം വേർതിരിച്ചെടുത്തു. അത് ചിലത് ഷാജിയുടെ കുടുംബത്തെ പറ്റിയുള്ള ചോദ്യങ്ങളായിരുന്നു. അതിൽ നിന്നും അയാൾ ഒഴിഞ്ഞു മാറിയിരുന്നു. ഷാജിയുടെ കൂടെയുള്ള ഭാര്യ 3ാമത്തെ ഭാര്യയാണ്. അവരുടെ പേരിലാണ് ബസ്സും ലോഡ്ജും ഒക്കെ ഉള്ളത്. അവരെപ്പറ്റി ചോദിക്കുന്നതിൽ നിന്നും അയാൾ ഒഴിഞ്ഞു മാറുന്നത് പോലീസ് നോട്ട് ചെയ്തു. എല്ലാ ചോദ്യങ്ങളും പ്രതിരോധിക്കുന്ന ബുദ്ധിമാനായ ഷാജി ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നെങ്കിൽ എന്തോ അതിലുണ്ടെന്ന് SP-ക്ക് പിടികിട്ടി. ഷാജിയെ ചോദ്യം ചെയ്യാൻ ഉന്നത പോലീസ് ഓഫീസർമാരെ കോട്ടയത്ത് എത്തി. ഇത്തവണത്തെ ചോദ്യം ചെയ്യലിൻ്റെ സ്റ്റൈല് വേറെയായിരുന്നു. ഒരു ദാക്ഷിണ്യവും ഇല്ലാതെ റാങ്കൊന്നും നോക്കാതെ ഷാജിയെ തല്ലി ചോദ്യം ചെയ്തു. അതിലൊരുപാട് പിടിച്ചു നിൽക്കാൻ പിന്നീട് അയാൾക്ക് സാധിച്ചില്ല. അയാൾ സത്യങ്ങളൊക്കെ പറഞ്ഞു കുറ്റസമ്മതവും നടത്തി. ഇനി നമുക്ക് ഷാജി പറഞ്ഞ ആ സത്യങ്ങളിലേക്ക് കടക്കാം. എല്ലാ സ്വാതന്ത്ര്യവും ഷാജി പ്രവീണിന് കൊടുത്തിരുന്നുവെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞുവല്ലോ. പ്രവീണിന് ഷാജിക്ക് ഭയങ്കര വിശ്വാസവും ആയിരുന്നു. പക്ഷെ പ്രവീൺ അത് മുതലെടുത്തു. പ്രവീൺ ഷാജിയുടെ ഭാര്യയെ വളയ്ക്കാൻ നോക്കി. ആദ്യമൊന്നും ആ സ്ത്രീ അതിന് നിന്നില്ലെങ്കിലും പതിയെ പതിയെ പ്രവീണുമായിട്ട് അവരങ്ങ് അടുത്തു. ഇത് ഷാജി അറിഞ്ഞു. അയാൾ അങ്ങനെയാണ് നേരെ വരുന്നതും പിന്നീട് പ്രവീണിനെ മർദ്ദിച്ച് കൈയും കാലും ഒക്കെ ഓടിക്കുന്നതും. പക്ഷേ ഭാര്യയോട് ഷാജിക്ക് ക്ഷമിക്കാതെ നിവൃത്തിയില്ലായിരുന്നു. കാരണം ബസ്സും ലോഡ്ജും ഒക്കെ ഭാര്യയുടെ പേരിലാണ്. ഇതിൽ ഭാര്യയോട് പ്രശ്നം ഉണ്ടായാൽ അവരൊരു പക്ഷേ ഈ ബന്ധം വേർപെടുത്താൻ മുതിരും. അതോടെ ഈ സ്വത്തൊക്കെ കയ്യിൽ നിന്നും പോവുകയും ചെയ്യും. ഷാജി മർദ്ദിച്ച് അവശനാക്കി വിട്ട് വാണിംഗും കൊടുത്തെങ്കിലും പ്രവീണും ഈ സ്ത്രീയും വീണ്ടും അടുക്കുകയാണ്. പ്രവീൺ വീണ്ടും പള്ളുരുത്തിയിൽ ഷാജി ഇല്ലാത്ത സമയത്ത് വരവും പോക്കും ഒക്കെ വച്ചു. ഈ വിവരമാണ് ഒരാൾ മലപ്പുറത്ത് ചെന്ന് ഷാജിയോട് പറഞ്ഞത്. ഭാര്യയെ കൊന്ന സംശയം തന്നിലേക്ക് പെട്ടെന്ന് നീളുമെന്നറിയാവുന്ന ഷാജി പ്രവീണിനെ വകവരുത്താൻ തീരുമാനിച്ചു. 2005 ഫെബ്രുവരി 15-ന് പ്രവീൺ താൻ ഓടിക്കുന്ന വാഹനം അതിൻ്റെ ഉടമയെ ഏൽപ്പിച്ച് ഏറ്റുമാനൂരിലേക്ക് പോകാനായിട്ട് നിൽക്കുകയാണ്. അവിടുത്തെ അമ്പലത്തിൽ ഉത്സവം കൊടിയേറിയിരിക്കുകയാണ്. അങ്ങനെ നിൽക്കുമ്പോൾ തൻ്റെ ഒരു ബന്ധുവായ വിനു ബൈക്കുമായിട്ട് അവിടെ വന്നു. വിനു പറഞ്ഞു, കോട്ടയത്ത് തിയേറ്ററിൽ മോഹൻലാലിൻ്റെ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട്, നമുക്കത് പോയി കാണാം. പ്രവീൺ അത് സമ്മതിച്ചു. അങ്ങനെ പ്രവീൺ വിനുവിൻ്റെ ബൈക്കിൽ കയറി. സിനിമ കാണുന്നതിന് മുമ്പ് ഇവർ 2 പേരും കോട്ടയത്തെ ഒരു ബാറിൽ കയറി ഒന്ന് മിനുങ്ങി. ശേഷം ഒരു തട്ടുകടയിൽ കയറി ഭക്ഷണവും കഴിച്ച് തിയേറ്ററിൽ പോയി സിനിമ കണ്ടു. രാത്രി 11:30-ഓടെ സിനിമയും കഴിഞ്ഞ് പുറത്തിറങ്ങി.
ഈ തട്ടുകടയിൽ തന്നെ വീണ്ടും വന്ന് ഓരോ കട്ടനും കുടിച്ചു. തട്ടുകടയുടെ ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡാണ്. അവിടെ നിന്നും ബസ്സിൽ കയറി ഏറ്റുമാനൂരിലേക്ക് പോകാമെന്ന് വിചാരിച്ച് നിൽക്കുമ്പോഴാണ് ദൂരെ ഒരു ഒമിനി വാന് വന്ന് നിൽക്കുന്നതും അതിൽ നിന്നും ഒരാൾ വിനുവിനെ കൈ കാണിച്ച് വിളിക്കുന്നതും കണ്ടത്. വിനു അങ്ങോട്ട് പോയി. എന്തോ സംസാരിച്ചിട്ട് വിനു സ്പീഡിൽ തിരിച്ചു വന്ന് പറഞ്ഞു, എൻ്റെ ഒരു പരിചയക്കാരനാണ് ഇപ്പോൾ ഇവിടെ വന്നത്. അവൻ്റെ അനിയൻ ആക്സിഡൻറ്റ് പറ്റി മെഡിക്കൽ കോളേജിലാണ്, നമുക്കൊന്ന് പോയാലോ? പ്രവീൺ പറഞ്ഞു, അതിനെന്ത് പോകാമല്ലോ. ഇങ്ങനെ ഇവർ ബൈക്കിൽ ആശുപത്രിയിലേക്ക് പോവുകയാണ്. ആശുപത്രിയിലേക്ക് പോകുന്ന വഴി പകുതി എത്തിയപ്പോൾ ബൈക്കിനെ ചെറുത്ത് ഈ ഒമിനി വാൻ നിർത്തി. അതിൽ നിന്നും 3 പേർ വെളിയിലേക്ക് ഇറങ്ങി വന്നു. കൊച്ചിയിലെ പ്രസിദ്ധ ഗുണ്ടകളായ പള്ളുരുത്തി പ്രിയൻ, കണ്ടെയ്നർ സുനി, സജി എന്നിവരായിരുന്നു അത്. അവർ പ്രവീണിനെ പിടിച്ച് ഒമിനിയിലേക്കിട്ട് വണ്ടി മെഡിക്കൽ കോളേജ് ഭാഗത്തേക്ക് പാഞ്ഞു പോയി. എല്ലാം കണ്ട് ഒന്നും മിണ്ടാതെ വിനു അങ്ങനെ നിന്നു. അയാൾ തിരിച്ച് ബൈക്കിൽ കോട്ടയത്തേക്ക് തന്നെ പോവുകയും ചെയ്തു. ഒമിനി കുറേ ദൂരം പോയി നിന്നു. അപ്പോഴാണ് പ്രവീൺ കാണുന്നത് മുന്നിലിരിക്കുന്ന ആള് DYSP ഷാജി. ഒരാൾ ഫ്രണ്ടിലിരുന്ന് തോർത്തെടുത്ത് പ്രവീണിൻ്റെ കഴുത്തിൽ കുരുക്കിട്ടു. അത് 2 പേർ ചേർന്ന് വലിച്ചു. അല്പസമയത്തിനകം പ്രവീണ് മരിക്കുകയും ചെയ്തു. ബോഡി ഇങ്ങനെ കൊണ്ട് കളഞ്ഞാൽ കണ്ടുപിടിക്കുമെന്ന് ഷാജിയെപ്പോലെയുള്ള ഒരു പോലീസ് ഓഫീസറിന് നന്നായിട്ട് അറിയാം. അതിനുള്ള സജ്ജീകരണങ്ങളോടെ തന്നെയാണ് അവർ വന്നതും. ബോഡി വണ്ടിക്കകത്തിട്ട് തന്നെ പല ഭാഗങ്ങളായി മുറിച്ചു. എന്നിട്ട് കാലുകളും കൈകളും ആറ്റിൽ കൊണ്ട് കളഞ്ഞു. ബാക്കി ഭാഗം തണ്ണീർമുക്കം ബണ്ടിൽ കൊണ്ട് കളയുകയാണ് ചെയ്തത്. അത് പിന്നീട് അവിടെ ഒരു ലോറി ഡ്രൈവർ കാണുകയും അത് പോലീസിനെ വിളിച്ച് അറിയിച്ച് അത് കണ്ടെത്തുകയും ചെയ്തിരുന്നു. തല എവിടെ കളയണം എന്നത് ഷാജിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിരുന്നു. കാരണം ഈ കേസിൽ മെയിൻ ഭാഗമാണ് തല. ഇത് കണ്ടുപിടിക്കാനാകാത്തിടത്തോളം കാലം തന്നെ ഇതിൽ കുടുക്കാൻ കഴിയില്ല എന്ന് ഷാജിക്ക് നന്നായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ട് അയാൾ അത് അരൂരിലെ ഒരു ബാറിൻ്റെ ആളൊഴിഞ്ഞ കാട് പിടിച്ച സ്ഥലത്ത് കവറിലാക്കി കുഴിച്ചിട്ടു. എന്നിട്ട് വാടക ഗുണ്ടകൾക്ക് പണമൊക്കെ കൊടുത്ത് അവരെ പറഞ്ഞു വിട്ടു. ഒമിനി വാന് ഷാജിയുടെ ഒരു കൂട്ടുകാരൻ്റെതായിരുന്നു. അത് സർവീസ് സെൻ്ററിൽ കൊണ്ട് വാഷ് ചെയ്ത് അതും തിരിച്ചു കൊടുത്തു. അതിനുശേഷം ലോഡ്ജിൽ മുറിയെടുത്ത് വിശ്രമിക്കുകയാണ്. അപ്പോഴാണ് ഒരു കാര്യം ഓർമ്മ വരുന്നത്. ഈ തല വല്ല പട്ടി വല്ലതും തോണ്ടി പുറത്തു കൊണ്ടുവന്നാൽ ഇതോടെ തീരും കാര്യങ്ങൾ. അത് മാത്രവുമല്ല, ഈ ഗുണ്ടകളെ എങ്ങാനും പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ അവർ ഈ ഒരു സ്ഥലം കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതും തനിക്ക് പ്രശ്നമാണ്. അങ്ങനെ ഷാജി ആരും അറിയാതെ രാത്രി തന്നെ ആ ഒരു പറമ്പിലോട്ട് പോവുകയാണ്. അവിടെ പോയി ആ തല പുറത്തെടുത്ത് അത് വീണ്ടും ഒരു പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് കൊച്ചിയിലേക്ക് പോവുകയാണ്. അവിടെ പോയി കൊച്ചിയിലെ നേവൽ ബേസിന് സമീപത്തുള്ള പാലത്തിൽ നിന്നും കായലിലേക്ക് ഇതങ്ങ് എറിഞ്ഞു. എന്നിട്ട് തിരിച്ച് മലപ്പുറത്തേക്ക് പോയി. ഇതൊക്കെ കേട്ട് പോലീസ് ഓഫീസേഴ്സ് സ്തംഭിച്ച് നിന്നുപോയി. കാരണം സ്റ്റേറ്റ് പോലീസിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനാണ് ഈ അരിങ്കൊല ഈ വിധം ചെയ്തിരിക്കുന്നത്. വിനുവിനെ പോലീസ് പിടിച്ച ശേഷം ഈ 3 ഗുണ്ടകളും ഒളിവിൽ പോയി. വിനുവിനും ഷാജിക്കുമുള്ള കുറ്റപത്രം ഒരുമിച്ചാണ് പോലീസ് നൽകിയത്. വിചാരണയ്ക്ക് ശേഷം കോട്ടയം ഫാസ്റ്റ് ട്രാക്ക് കോടതി 2006 ജനുവരി 4 വിധി പറഞ്ഞു. ഷാജിക്കും വിനുവിനും ജീവപര്യന്തം നൽകി കോടതി. ഷാജി സുപ്രീം കോടതി വരെ അപ്പീൽ കൊടുത്തെങ്കിലും അവിടെയും ശിക്ഷ ശരിവെക്കുകയാണ് ചെയ്തത്. ഇതില് സജിയെ പോലീസിന് പിടിക്കാൻ സാധിച്ചില്ല. പക്ഷെ ഒളിവിൽ പോയ പള്ളുരുത്തി പ്രിയനും കണ്ടെയ്നർ സുനിയും കോടതിയിൽ കീഴടങ്ങി. കോടതി അവർക്ക് വധശിക്ഷ കൊടുത്തു. സുപ്രീം കോടതിയിൽ അപ്പീല് കൊടുത്തപ്പോൾ അവിടെ തെളിവുകളില്ല ഇവർക്കെതിരെയെന്നും പറഞ്ഞ് ഈ വധശിക്ഷ റദ്ദാക്കി അവരെ വെറുതെ വിടുകയാണ് ചെയ്തത്. വർഷങ്ങൾക്ക് ശേഷം സജിയെയും പോലീസ് അറസ്റ്റ് ചെയ്തു. പള്ളുരുത്തി പ്രിയൻ പിന്നീട് കോവിഡ് വന്ന് മരിച്ചു. ഈ ഒരു സംഭവത്തിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് കമൻറ്റ് ചെയ്യൂ. പുതിയൊരു ക്രൈം ത്രില്ലർ സ്റ്റോറിയുമായി വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.